സ്വന്തമാകണത്. യേശുവിൻ്റെ സ്വന്തമാകണത്, ദൈവത്തിൻ്റെ സ്വന്തമാകണത് വിശ്വാസം കൊണ്ടല്ല, ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ടാണ്. വിശ്വസ്തത എപ്പോഴാണ് ഉണ്ടാകണത്? അനുഗ്രഹം താമസിക്കുമ്പോഴും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാത്ത ഒരു സമയം വരും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാകാത്ത ഒരു സമയം ബൈബിൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ശക്തമായ കൺസെപ്റ്റ്. ചില സമയത്ത് ലോകത്തിന് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ലോകം ആരൂപിയാൻ നയിക്കപ്പെടുന്നവർക്ക് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അത് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഹെബ്രായർ 11:38 ഹെബ്രായർ 11:38 ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അവർ മാളങ്ങളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു, മലമുകളിൽ ജീവിച്ചു. അവിടെ ജീവിതത്തിൻ്റെ ദയനീയമായ അവസ്ഥയാൽ അവിടെ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് അവരെ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് പണമില്ലെങ്കിൽ, സൗന്ദര്യമില്ലെങ്കിൽ, സ്വാധീനമില്ലെങ്കിൽ നിന്റെ ബന്ധപ്പെട്ടവർ, സ്വന്തപ്പെട്ടവർ നിന്നോട് പറയത്തില്ല അവർ നിൻ്റെ ബന്ധുവാണെന്ന്. അതാണ് പറയുന്നത്, ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരെ. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് യോഹന്നാൻ്റെ ഹെബ്രായ ലേഖനത്തിൽ 11:38 ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല, ബന്ധുക്കൾക്ക് അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല, സ്വന്തം പാർട്ടിയിലുള്ള സമുദായത്തിലുള്ളവരെ അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല. എന്തിന്? അയൽവാസികൾ പോലും അവരെ കല്യാണത്തിന് വിളിച്ചില്ല. ഇപ്പം ചില അയൽവാസികൾ പോലും, നമ്മൾ ബന്ധപ്പെട്ടവർ പോലും, സ്വന്തപ്പെട്ടവർ പോലും നമ്മളെ അടിയന്തരത്തിന് വിളിക്കണില്ലല്ലോ. എന്താ കാര്യം? നമുക്കവിടെ അത്രയും പണമില്ല, നമുക്കവിടെ അത്രയും സ്വാധീനമില്ല, നമുക്കത്രയും ആരോഗ്യമില്ല, നമ്മളിങ്ങനെ കുടിഞ്ഞ് മടങ്ങി, നമ്മുടെ സമ്പത്തുമില്ല, കാറിൽ ചെല്ലാൻ പറ്റത്തില്ല, നമുക്ക് ബൈക്കിൽ ചെല്ലാൻ പറ്റണില്ല, കാശില്ല നമുക്ക്. അതുകൊണ്ട് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന്. ബൈബിൾ എന്ത് ശ്രദ്ധയോടെയാണെന്ന് ആ മനുഷ്യനെ കാണുന്നത്. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരുണ്ട്, അവർ ദൈവത്തിന് സ്വന്തമാക്കാൻ പറ്റിയവരാണ്. ദൈവവേദനേ, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ന്യൂനത ലോകത്തിന് നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്തവരെ, നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങൾക്കോ സഹപ്രവർത്തകർക്കോ നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്ത ന്യൂനത, പോരായ്മ നിനക്കുണ്ടെങ്കിൽ ഓർക്കുക, അത് ഹെബ്രായർ 11:38 എന്താണ്? ഇപ്പോൾ ലോകത്തിൽ നിന്നെ സ്വന്തമാക്കാൻ പറ്റണില്ല, പക്ഷെ അപ്പോഴും നീ എന്തു ചെയ്യും? അപ്പോഴും നീ കർത്താവേ, എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട, സ്വന്തപ്പെട്ടവർക്ക് എന്നെ വേണ്ട, എൻ്റെ അയൽവാസികൾക്ക് എന്നെ വേണ്ട, എന്നെ അങ്ങനെ ആരും കരുതണില്ല, എങ്കിലും കർത്താവേ നീ എന്നെ ഹെബ്രായർ 11:38 കരുതണുണ്ടല്ലോ കർത്താവേ, എനിക്കത് മാത്രം മതി. എൻ്റെ ദൈവമേ, അപ്പോഴും നീ വിശ്വാസങ്ങൾ ഉപരി എന്നിട്ട് നീ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഹെബ്രായ ലേഖനത്തിലെ, വെളിപാട് പുസ്തകത്തിലെ 2:10 എഫേസ്യ പുസ്തകത്തിലെ ലേഖന സഭയ്ക്കും ഹെബ്രായർ 2:12 സ്മിർനായിലെ സഭയ്ക്കും പെർഗാമിലെ സഭയ്ക്കും പറയണത് എന്താണ്? എൻ്റെ സാത്താൻ കുടിയിരിക്കുന്ന സ്ഥലത്താണ് നീ വസിക്കണത്. ബൈബിൾ എന്ത് രസമാണെന്നറിയോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2:10 പറയും, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണതെന്ന്. ഏഷണി, പരദൂഷണം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, മദ്യപാനം, മദ്യോത്സവം, അങ്ങനെയുള്ള എല്ലാ മ്ലേച്ഛതകളുമുള്ള ബന്ധുക്കളെ, സ്വന്തപ്പെട്ട അയൽവാസികൾ, കുപ്പിക്കൂട്ടങ്ങൾ, അങ്ങനെ പലരുള്ള സ്ഥലത്താണ് നീ വസിക്കണത്. ദൈവത്തിലെ ശരിയല്ലേ കർത്താവിൻ്റെ വചനം? ഹെബ്രായ അത് ഈ ലേഖനം വെളിപാട് ലേഖനമാണ്. അതായത് 2:10 സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണത്. സിംഹാസനം എന്ന് പറയുന്നത് എന്താണ്? സാത്താൻ്റെ അധികാരം. അവിടെ സാത്താൻ പറയുന്ന വിലയുള്ള, അങ്ങനെ തിന്മയുടെ ശക്തിക്ക് വരെയുള്ള, കൊല്ലണമെങ്കിൽ കൊല്ലണം, തിന്നണമെങ്കിൽ തിന്നണം, അങ്ങനെ കൊട്ടേഷനെങ്കിൽ കൊട്ടേഷൻ, കള്ളെങ്കിൽ കള്ള്, പെണ്ണെങ്കിൽ പെണ്ണ്, വെള്ളമെങ്കിൽ വെള്ളം, ഇങ്ങനെയുള്ള നാരകീയമായ പൗശീന്യം, പിടിച്ചുപറി, ചതി, അഹങ്കാരം, മുൻകോപം, ഇങ്ങനെയുള്ള ചവിട്ടിപ്പിടുത്തം, അതുപോലെ കുതികാല് വെട്ടൽ, ഇങ്ങനെയുള്ള മൃഗീയ മ്ലേച്ഛതകൾ അഴിഞ്ഞാടുന്ന ഒരു സമൂഹത്തിലാണ് നീ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറയണത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, സാത്താൻ്റെ എഫേസ്യ സഭയ്ക്ക് കർത്താവിൻ്റെ വെളിപാട്, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് ദൈവത്തിലെ നീ വസിക്കണം. ഈ
സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് വസിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ പുണ്യം. എന്താ പുണ്യം എന്ന് പറയുന്നത്? അങ്ങനെ സാത്താന്റെ അധികാരമുള്ള സ്ഥലത്ത്, സാത്താന്റെ വാക്കിന് വിലയുള്ള സ്ഥലത്ത്, ദൈവത്തിന്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് പോലും നീ വിശ്വാസിയായി ജീവിക്കുമ്പോൾ, നീ സ്നേഹത്തോടെ, സഹനത്തോടെ, നന്മയോടെ, വിശ്വസ്തയോടെ, ആത്മാവിന്റെ പുണ്യങ്ങളോടെ സഭയോടെ ജീവിക്കുമ്പോൾ ദൈവവൈദ്യരെ യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്ന കൈ അടിച്ചു കടന്നു. ആരാധിക്കുന്ന ദൈവമേ, ബന്ധനങ്ങൾ അഴിക്കലവേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, എല്ലാവരും അഗ്നിതൻ അഭിഷേകമായി മടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി മടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തി. ഓ അഗ്നി അഭിഷേകമേ, ആമേൻ. ഓ അഗ്നി അഭിഷേകമേ, ആമേൻ. കാറ്റായി വീശണമേ, കൈകൾ വീശിക്കൊണ്ട് കാറ്റായി വീശണമേ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. Praise the Lord. അതിനോട് ചേർന്ന് വായിക്കാവുന്ന വചനമാണ് 1 കൊരിന്ത്യർ 6:19. എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറഞ്ഞേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അതിനാൽ നിങ്ങളുടെ സ്വന്തമല്ല. പിന്നെ നമ്മൾ ആരുടെ സ്വന്തമാകും? ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തിൻ്റെ സ്വന്തം, ലോകത്തിൻ്റെ സ്വന്തം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവർ മാളങ്ങളിൽ ജീവിച്ചു, അവർ മലകളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു. അവരെ സ്വന്തമാക്കാൻ ലോകത്തിന് പറ്റിയില്ല. അതിനർത്ഥം എന്താ? ലോകത്തിൻ്റെ സ്വന്തമെന്നും പറഞ്ഞ സംഭവമുണ്ട് ഇല്ലേ? ഓരോരുത്തരും ആരാണ്? നമ്മളോട് ചിരിച്ച് കാണിക്കുന്നവരെ, നമ്മൾ അംഗീകരിക്കുന്നവരെ, നമ്മളോട് സഹിത്വം ചേരുന്നവരെ, അവർക്ക് ആകർഷിക്കപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് അവരങ്ങനെ സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കത്തുള്ളൂ ഇല്ലേ? അല്ലെങ്കിൽ പണമില്ലാത്ത പിണമായി പോകും. അപ്പോൾ എന്താണ്? അവർ നമ്മളെ സ്വന്തമാക്കത്തില്ല. അതാണ് വചനം പറയണത്. അങ്ങനെയുള്ള കാലത്ത് ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഹെബ്രായർ 11:38. എന്നിട്ട് പിന്നീട് നമ്മൾ 1 കൊരിന്ത്യർ 6:19 വരുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ആരുടെ സ്വന്തമാണ്? ദൈവത്തിൻ്റെ സ്വന്തം. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണോ ലോകത്തിൻ്റെ സ്വന്തമാണോ എന്ന് തീരുമാനിച്ചാൽ വിശ്വാസിയാണോ വിശ്വസ്തനാണോ എന്ന് പറയാൻ കഴിയും. നമ്മൾ വിശ്വസ്തനാണ്. ലോകത്തിൻ്റെ സ്വന്തമല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ മാളങ്ങളിലും വനങ്ങളിലും മലമുകളിലും ഗുഹകളിലുമൊക്കെ ഇങ്ങനെ പേരില്ലാതെ പെരുമയില്ലാതെ കുറേ കാലത്തേക്ക് ജീവിക്കും. കുറേ കാലത്തേക്കേ ഉള്ളൂ. എന്നും കൊന്ന് ദൈവത്തിലെ എന്നും കൊന്നും ഇങ്ങനെയാണെന്ന് പറയരുത് കേട്ടോ. പറയോ? 10 ദിവസം. വെളിപാട് എന്താ പറയണത്? എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനമല്ല, എഫേസൂസ് വെളിപാടിൽ എഫേസൂസിൽ സഭയ്ക്ക് വെളിപാട് കൊടുക്കുമ്പോൾ പറയണത് എന്താണ് പറയണത്? നീ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് വസിക്കണത്. എന്നിട്ട് നീ എന്നോടുള്ള വിശ്വസ്തത നിലനിർത്തി. നിന്റെ ക്ലേശം 10 ദിവസമാണെന്ന് കൈയടിച്ച് കർത്താവ്. നിന്റെ ക്ലേശം 10 ദിവസം. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു പോയി. എന്താ കാര്യം എന്നറിയാമോ? ക്ലേശത്തിലാണ് പോകണമെന്നുണ്ടെങ്കിലും അനന്തമായ ക്ലേശത്തിലേക്ക് ദൈവം തള്ളിയിട്ട് നിന്നെ കൊല്ലത്തില്ല. നിന്റെ കണ്ണീരിൻ്റെ കാലം
കർത്താവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ദീർഘകാലങ്ങൾ പരിമിതപ്പെട്ട ദൈവമേ, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കഷ്ടങ്ങൾ സാരമില്ല, എല്ലാവരും കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല.